സിഖ് മതക്കാർക്ക് ആരാധനയ്ക്കായി ഒരു കേന്ദ്രസ്ഥാനം വേണമെന്ന് അഞ്ചാമത്തെ ഗുരു അർജൻ സിംഗിൻ്റെ ആശയമായിരുന്നു. അഞ്ചാമത്തെ ഗുരു അർജൻ സിംഗ് ജി 1588 ഡിസംബർ 15 മുസ്ലിം പുരോഹിതനായ ലാഹോറിലെ ഹസ്രത്ത് മിയാൻ മിർജിയെ കൊണ്ട് സുവർണക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു. ഇതോടെ ഹർമന്ദിർ സാഹിബിൻ്റെ നിർമ്മാണവും ആരംഭിച്ചു. സിഖ് മതത്തിൽ വിവിധ കാലങ്ങളിലായി പരിഷ്കർത്താക്കളായി 10 ഗുരുക്കന്മാരാണ് അറിയപ്പെടുന്നത്. 11ാമതായി ആദിഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബാണ്. ഗുരുവിൻ്റെ കീർത്തനങ്ങൾ ക്രോഡീകരിച്ച് ഗ്രന്ഥമാണിത്. ഇതാണ് അവർ ആരാധിക്കുന്നത്. ആയിരത്തി 1984 ഭീകരവാദികൾ അവരുടെ ഒളിത്താവളമായി സുവർണക്ഷേത്രം മാറ്റിയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഉത്തരവിൽ ഇന്ത്യൻ പട്ടാളം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിൽ ക്ഷേത്രത്തിലൊരു നടപടിക്ക് മുതിർന്നു. 10 ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷനിൽ മുഴുവൻ തീവ്രവാദികളെയും കൊല്ലുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തെങ്കിലും സുവർണക്ഷേത്രത്തിനും കേടുപാടുകൾ സംഭവിക്കുകയുണ്ടായി. സർക്കാർ അതിൻ്റെ കേടുപാടുകൾ മാറ്റിക്കൊടുത്തെങ്കിലും ക്ഷേത്ര കമ്മിറ്റി അത് പൂർവ്വസ്ഥിതിയിലാക്കി സംരക്ഷിക്കാനുള്ള നടപടികൾ എടുത്തു. 1995 ആരംഭിച്ച നവീകരണത്തിന് പ്രക്രിയയിൽ ഹർമന്ദിർ സാഹിബിൻ്റെ മാത്രം മിനുക്കുപണിക്ക് വേണ്ടി ഉപയോഗിച്ചത് 500 കിലോഗ്രാം തനി തങ്കമാണ്. 4 വർഷം നീണ്ടുനിന്ന ജോലിക്ക് വേണ്ടി രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത വിദഗ്ധർ കലാകാരന്മാരുമായാണ് ഉപയോഗിച്ചത്. സിഖുകാരുടെ ഗ്രന്ഥത്തിൻ്റെ ലിപി ഗുരുമുഖിയാണ്. ഗുരു അങ്കനാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. ഗുരുവിൻ്റെ വചനങ്ങളാണ് ഇതിനകത്ത് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവായ ഗുരു അമർദാസ് ഭരണ സംവിധാനത്തിന് വേണ്ടി 22 മാഞ്ചികളായി വിഭജിക്കപ്പെട്ടു. അമൃത്സർ പണി കഴിപ്പിച്ചത് 4ാമത്തെ ഗുരുവായ രാമചന്ദ്രദാസാണ്. അക്ബർ ചക്രവർത്തിയുടെ സമകാലികൻ കൂടിയാണ് ഇദ്ദേഹം. സുവർണ ക്ഷേത്രം പണി കഴിപ്പിച്ചത് അർജുൻ ദേവാണ്. ക്ഷേത്രത്തിൽ ഉയർന്ന പീഠം അകാൽ തഖ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഗുരു ഗോവിന്ദാണ് നിർമ്മിച്ചത്. ഹർമന്ദിർ സാഹിബ് എന്നും സുവർണക്ഷേത്രം അറിയപ്പെടും. ഗുരുവിൻ്റെ കൈയെഴുത്ത് പ്രതി സൂക്ഷിക്കുന്നത് സുവർണക്ഷേത്രത്തിലാണ്. അതിന് കർത്താർപൂരി എന്നാണ് പറയപ്പെടുന്നത്. സിഖ് മതത്തിൽ പ്രത്യേകിച്ച് ദൈവങ്ങളില്ല. സുവർണ ക്ഷേത്രത്തിൽ ഒരിടത്തും ഒരു വിഗ്രഹമോ ദൈവത്തിൻ്റെ ഛായയോ ചിത്രങ്ങളോ ഇല്ല. ഏതു സിഖുകാരനും ഗ്രന്ഥപാരായണം ചെയ്യാം. മറ്റു മതങ്ങളെപ്പോലെ വാഴിക്കപ്പെട്ട പുരോഹിതന്മാർ സിഖ് മതത്തിൽ ഇല്ല. ഗുരുഗ്രന്ഥത്തിൻ്റെ സംരക്ഷണാർത്ഥം മുകളിൽ വിശേഷാലങ്കൃതമായ മേൽക്കെട്ടി വിരിച്ചുണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ഹൈന്ദവ ക്ഷേത്രങ്ങളിലേതുപോലെ ഗോപുരം ഉയർത്തി പണിയുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായാണ് സുവർണക്ഷേത്രത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി മാറിവന്ന സാമ്രാജ്യത്വ ശക്തികളുടെ ആക്രമണത്തിൽ ക്ഷേത്രം പലതവണ തകരുകയും വീണ്ടും പുതുക്കിപ്പണിയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹർമന്ദിർ സാഹിബ് നിർമ്മിച്ചിരിക്കുന്നത് 67 അടി വലിപ്പമുള്ള സമചതുരത്തിലാണ്. ദർശനം നടത്തേണ്ടവർ മുഖ്യ കവാടത്തിൽ നിന്നും സരോവറിനു മുകളിലൂടെ പണിതിരിക്കുന്ന നടപ്പാതയിലൂടെ 202 അടി നടന്നാണ് ഹർമന്ദിർ സാഹിബിൽ എത്തുക. ഈ ജലാശയത്തിനു ചുറ്റുമുള്ള വിശാലമായ സ്ഥലം മുഴുവൻ വേനലിലെ കൊടും ചൂടിൽ പോലും നല്ല തണുപ്പാണ് അനുഭവപ്പെടുക. ശാന്തി മന്ത്രങ്ങൾ ഉരുവിടുന്ന സുവർണക്ഷേത്രത്തിലേക്ക് 4 ദിക്കുകളിലേക്കും തുറന്നിട്ട വാതിലുകൾ ഉണ്ട്. പ്രവേശിക്കാം. അമൃത്സരസിലെ
ശുദ്ധജലത്തിൽ മുങ്ങി കുളിക്കുകയോ കൈകാലുകൾ കഴുകി വേണമെന്ന് മാത്രം. ലോകത്തിൽ ഒരുപാട് പുണ്യപുരാതന ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും ഒരു ഗ്രന്ഥം പ്രധാനമായ ആരാധനാ ഘടകമായി കാണുന്നത് സുവർണക്ഷേത്രത്തിൽ മാത്രമാണ്. സിഖ് ഗുരു ഗുരുനാനക്, ഗുരു ഹർഗോവിന്ദ് സിംഗ് തുടങ്ങിയവരുടെ മഹത് വചനങ്ങൾ ഗ്രന്ഥരൂപത്തിലാക്കി ആരാധിച്ചു പോരുകയാണ് ഇവിടെ. പാരായണം ചെയ്യുന്ന ഗ്രന്ഥം പൂർണ്ണമായും പാരായണം ചെയ്യണമെങ്കിൽ 2 ദിവസം തന്നെ വേണ്ടിവരും. 3 മണിക്കൂർ ഇടവിട്ട് ഗ്രന്ഥങ്ങൾ മാറി മാറി പാരായണം ചെയ്യുന്ന ഗ്രന്ഥസാഹിബ് സുവർണക്ഷേത്രത്തിനുള്ളിലെ മറ്റൊരു മുറിയിലാണ് രാത്രി സൂക്ഷിക്കുക. അകാൽ തഖ് എന്നറിയപ്പെടുന്ന മുറിയിൽ നിന്ന് അതിരാവിലെ പട്ടിൽ പൊതിഞ്ഞ് ഘോഷയാത്രയായി പല്ലക്കിൽ പ്രധാന ഹാളിലേക്ക് കൊണ്ടുവരുന്നു. പാലുകൊണ്ടു കഴുകിയ ഇരിപ്പിടത്തിൽ വെച്ച് ദിവസം മുഴുവനും ആരാധിക്കുകയും രാത്രി അകാൽ തഖ് അഥവാ അല്ലെങ്കിൽ നിത്യസിംഹാസനത്തിൽ സൂക്ഷിക്കുന്നു. സിഖ് യോദ്ധാക്കൾ ഉപയോഗിച്ചിരുന്ന പുരാതന ആയുധങ്ങളും അകാൽ തഖിൽ സൂക്ഷിച്ചിരിക്കുന്നു. കോമ്പൗണ്ടിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള പരുക്കൻ പഴയ ജൂബി മരത്തിന് പൈതൃക ശക്തിയുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. 450 വർഷങ്ങൾക്ക് മുമ്പ് സുവർണക്ഷേത്രത്തിലെ ആദ്യത്തെ മഹാപുരോഹിതനായ ബാബ ബുദ്ധയാണ് ഇത് നട്ടുപിടിപ്പിച്ചത്. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ക്ഷേത്രത്തിലോ പരിസരത്തോ പാദരക്ഷകൾ അനുവദിക്കുകയില്ല. ക്ഷേത്ര കവാടത്തിൽ തന്നെ പാദരക്ഷകൾ ഏൽപ്പിച്ചു ടോക്കൺ എടുക്കണം. ഈ ചെരുപ്പുകൾ തുടച്ചു വൃത്തിയാക്കാൻ വരെ വളണ്ടിയർമാരുണ്ട്. ക്ഷേത്രത്തിൻ്റെ ദൈനംദിന മിനുക്കുപണികളും അറ്റകുറ്റപ്പണികളും എല്ലാം നടത്തുന്നത് സന്നദ്ധ സേവകരാണ്. 4 കവാടങ്ങൾ വഴി തെളിയുന്ന ആരാധനാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്തർ ആൺ പെൺ ഭേദമില്ലാതെ കുട്ടികളടക്കം തല തുണി കൊണ്ട് മൂടി വേണം ഉള്ളിലേക്ക് കിടക്കാൻ. തല മറക്കാതെ ഉള്ളിലേക്ക് കിടക്കുന്നവർക്ക് അകത്ത് തന്നെ കാർഫ് ലഭ്യമാക്കുന്നതാണ്. സിഖ് മതത്തിൽ വിവിധ കാലങ്ങളിലായി പരിഷ്കർത്താക്കളായി 10 ഗുരുക്കന്മാരാണ് അറിയപ്പെടുന്നത്. 11ാമതായി ആദിഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബാണ്. ഗുരുവിൻ്റെ കീർത്തനങ്ങൾ ക്രോഡീകരിച്ച് ഗ്രന്ഥമാണിത്. ഇതാണ് അവർ ആരാധിക്കുന്നത്. സിഖ് മതക്കാർക്ക് ആരാധനക്കായി ഒരു കേന്ദ്രസ്ഥാനം വേണമെന്ന് 5ാമത്തെ ഗുരു അർജൻ സിംഗിൻ്റെ ആശയമായിരുന്നു. 5ാമത്തെ ഗുരു അർജൻ സിംഗ് 1588 ഡിസംബർ 15-ന് മുസ്ലിം പുരോഹിതനായ ലാഹോറിലെ ഹസ്രത്ത് മിയാൻ മിർജിയെ കൊണ്ട് സുവർണക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു. ഇതോടെ ഹർമന്ദിർ സാഹിബിൻ്റെ നിർമ്മാണവും ആരംഭിച്ചു. നാനാജാതി മതസ്ഥർക്കും ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ അഴകെന്നോണം അമൃതസരസിന് ചുറ്റുമായി പണികഴിപ്പിച്ച വിശാലമായ സുവർണക്ഷേത്രത്തിലെത്താവുന്നതാണ്. മനുഷ്യനിർമ്മിതമായ ഒരു കുളത്തിൻ്റെ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദീർഘചതുരാകൃതിയിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാപകൻ സിഖ് മതവിശ്വാസികളുടെ 5ാമത്തെ ഗുരുവായ അർജൻ സാഹിബാണ്. നാനാജാതി മതസ്ഥരുടെയും ഒരുപോലെ സ്വീകരിക്കുന്ന സിഖ് മതവിശ്വാസികളുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ ആരാധനാലയം എത്തി നിൽക്കുമ്പോൾ മനസ്സിൽ ചില ചരിത്ര മുഹൂർത്തങ്ങളും കടന്നു വരുന്നു. തദ്ദേശീയവും വൈദേശികവുമായ വാസ്തുവിദ്യയുടെ പാരമ്പര്യത്തിൻ്റെയും മകുടോദാഹരണമാണ് ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിലെ വിശ്വസ്ഥാപനം 2 നിലകളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുകളിലെ താഴികക്കുടം സ്വർണ്ണപ്പാളികൾ കൊണ്ടാണ് മെനഞ്ഞെടുത്തിരിക്കുന്നത്. ഭിത്തികളിലും നിലത്തും വിശിഷ്ട മാർബിളുകൾ പതിച്ചിരിക്കുന്നു. മേൽക്കൂരയിലെ പൊന്തി നിൽക്കുന്ന കൊത്തുപണികളിൽ വിശിഷ്ട രത്നങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അകത്തളങ്ങളിലെ കമാനങ്ങളിൽ സിഖ് ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികൾ സ്വർണ്ണലിപികളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു.
പുരാതനമായ ചുവർചിത്രങ്ങളിൽ വിവിധ സംസ്കാരങ്ങളുടെ പ്രതീകാത്മകമായ സമന്വയം കാണാം. വിശുദ്ധ സ്ഥലത്തിൻ്റെ മുകൾ നിലയിൽ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സന്ദർശക ഗാലറിയും ഒരുക്കിയിട്ടുണ്ട്. ശുദ്ധ സ്വർണത്തിൽ പണിതീർത്ത താമരയാകൃതിയിലുള്ള താഴികക്കുടങ്ങൾ വശ്യമനോഹരമാണ്. ദിവസവും എത്തുന്ന 1,00,000-ലധികം വരുന്ന സന്ദർശകരിൽ ഒരാളായി ഞാനും സുവർണക്ഷേത്രത്തിൻ്റെ സൗന്ദര്യവും മറ്റും ആസ്വദിച്ച് നടക്കുകയാണ്. വിവിധ നൂറ്റാണ്ടുകളിലൂടെ നിർമ്മിക്കപ്പെട്ടതുകൊണ്ട് നിർമ്മാണ ശൈലിയുടെ സങ്കലനമാണ് സുവർണക്ഷേത്രത്തിൽ കാണാൻ കഴിയുക. ഇൻഡോ ഇസ്ലാമിക് മുഗൾ രാജ്പുത്ത് വാസ്തുശില്പികൾ ഓരോ കോണിലും ദർശിക്കാവുന്നതാണ്.